എം.ജി.ആറിനും ജയലളിതയ്ക്കും ദശാബ്ദങ്ങളുടെ രാഷ്ട്രീയ പരിചയവും പാർട്ടിയുടെ വേരോട്ടവും ഉണ്ടായിരുന്നുവെങ്കിൽ ദളപതി വിജയ് തന്റെ വ്യക്തിഗത മികവുകൊണ്ടും ജനപ്രീതി കൊണ്ടും മാത്രമാണ് ഈ കളികളൊക്കെ കളിച്ചത്. സിനിമയിലെ എതിരാളികളെ അനായാസം തറപറ്റിക്കുന്ന ശൈലി രാഷ്ട്രീയത്തിലും വിജയ് ആവർത്തിച്ചു. തമിഴ് ജനത സിനിമയെയും രാഷ്ട്രീയത്തെയും വേർതിരിച്ചു കണ്ടുവെന്ന വാദങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് വിജയ് നേടിയ ഈ വിജയം തമിഴ് രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായമായിരുന്നു. ഈ മിന്നൽ വിജയത്തിന് പിന്നിൽ ശക്തമായ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊപ്പം ചില സൗഹൃദ ബന്ധങ്ങൾക്കും വലിയ പങ്കുണ്ട്. പ്രചരണവേളകളിൽ ദളപതിയുടെ നിഴൽ പോലെ കൂടെയുണ്ടായിരുന്ന മലയാളി സുരക്ഷാ വിദഗ്ധൻ നയീം മൂസയും വിജയുടെ ഡ്രൈവറുടെ മകനും TVK സ്ഥാനാർത്ഥിയായി വിജയിച്ച ശബരിനാഥും ഈ വിജയഗാഥയിലെ നിർണായക മുഖങ്ങളാണ്. മാഹി സ്വദേശിയായ നയീം ജെൻഡർ സെക്യൂരിറ്റി എന്ന തന്റെ സ്ഥാപനത്തിലൂടെ ജസ്റ്റിൻ ബീബർ, ടോം ക്രൂസ്, ഷാരൂഖ് ഖാൻ തുടങ്ങിയ ആഗോള താരങ്ങൾക്ക് പോലും സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. ജനക്കൂട്ടത്തിനിടയിൽ വിജയിയെ അതീവ ജാഗ്രതയോടെ സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ആരാധകർ എറിയുന്ന പൂമാലകൾ പിടിച്ചുമാറ്റിയും വൻ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചും നയീം ദളപതിയുടെ സുരക്ഷ ഉറപ്പാക്കി. ഗൾഫിലെത്തുന്ന പല സെലിബ്രിറ്റികളുടെയും സുരക്ഷാ ചുമതല ഇപ്പോൾ ജെൻഡർ സെക്യൂരിറ്റിയാണ് നോക്കുന്നത്. ജസ്റ്റിൻ ബീബർ, ടോം ക്രൂസ്, ഫോർമുല 1 മുൻ ചാമ്പ്യൻ മൈക്കിൾ ഷൂമാർക്കർ, ഷാരൂഖ് ഖാൻ, ശിവകാർത്തികേയൻ തുടങ്ങി ഒട്ടേറെ സെലിബ്രിറ്റികളുടെ സുരക്ഷയ്ക്ക് നയീമും സംഘവും മേൽനോട്ടം വഹിച്ചിട്ടുണ്ട്. ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ അധികം വൈകാതെ ദുബായിൽ നിന്ന് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തു. ദുബായിൽ തന്നെയാണ് നയീം സ്ഥിരതാമസമെങ്കിലും വിജയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ അദ്ദേഹം ചെന്നൈയിലെത്തും. അതേസമയം ഇലക്ഷൻ പ്രചരണം പ്രഖ്യാപിച്ചതു മുതൽ വിജയ്ക്കൊപ്പം തന്നെയായിരുന്നു നയീം. ഇന്നലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തത്. വലിയ ജനാവലിക്ക് നടുവിൽ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. രാഷ്ട്രീയ സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മറ്റ് നിയമസഭാ അംഗങ്ങൾ തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പ്രോടേം സ്പീക്കർ കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിജയ് ഉൾപ്പെടെ 99 നിയുക്ത TVK MLA-മാർ ആദ്യമായിട്ടാണ് നിയമസഭാ അംഗങ്ങളാകുന്നത്. ബുധനാഴ്ചയ്ക്കകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തി പിന്തുണ തെളിയിക്കണമെന്നാണ് വിജയോടുള്ള ഗവർണറുടെ നിർദ്ദേശം. അതേസമയം DMK നേതാവ് ഉദയനിധി സ്റ്റാലിനാണ് പ്രതിപക്ഷ നേതാവ്. അവസാന നിമിഷം വരെ ഏറെ പ്രതിസന്ധികൾ നേരിട്ടായിരുന്നു ഈ ഒരു സ്ഥാനത്തേക്ക് വിജയ് എത്തിയത്. എന്തായാലും വലിയ ജനപ്രീതി തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്തെത്താൻ സഹായിച്ചത്.